നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സ്കൂൾ മാനേജർ കെ ചോയ്ക്കുട്ടി ആശംസ കർമ്മം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ മുൻ പഞ്ചായത്ത് മെമ്പർ മല്ലിക പുനത്തിൽ, നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർ കെ രാജൻ, നമ്മുടെ പ്രിയങ്കരയായ കവിയത്രിയും നമ്മുടെ അംഗനവാടി ടീച്ചറുമായിട്ടുള്ള ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ, ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗത ഭാഷണം നടത്തിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ബിന്ദു സി കെ തുടങ്ങിയ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ചടങ്ങിലുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ വാർഡിലെ മെമ്പർ MT പ്രേമേട്ടൻ, അതേപോലെ നമ്മുടെ ഇന്നത്തെ ഈ വാർഷിക പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP സുനിൽകുമാർ, നമ്മുടെ ഈ മുൻ പ്രസിഡന്റും കക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും അതേപോലെ ഈ സ്കൂളിൻ്റെ മാനേജറുമായിട്ടുള്ള ചോദ്യകുട്ടേട്ടൻ, ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള മജീദ, രാജേട്ടൻ, അംഗൻവാടി ടീച്ചർ, അതേപോലെ പ്രിയപ്പെട്ട അധ്യാപകരെ, അതേപോലെ നമ്മുടെ PTA ഭാരവാഹിയായിട്ടുള്ള ദീപ്തി, മറ്റ് അധ്യാപകരെ, മാതാപിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇന്ന് 2026 ധോനി വാർഷിക മക്കട ഫെസ്റ്റിൻ്റെ വാർഷിക പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കുട്ടികളും ഇന്നിപ്പം നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിലല്ല പ്രാധാന്യമുണ്ട്. നമ്മുടെ ഓരോ കുട്ടികൾക്കൂടെ ഓരോരോ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഈ അവസരം നോക്കി കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതൊരു സ്കൂൾ പോലും നമുക്കറിയാനാണ് ഇതിന് മുന്നേ പാടും. എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കല്ലേ, നല്ലൊരു ദിവസമല്ലേ നമുക്ക് കിട്ടിയല്ലേ. നമ്മളെല്ലാ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഒരു ആശംസയാണ് എനിക്കുള്ളത്. നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് നമുക്ക് അധ്യക്ഷ സ്ഥാനത്ത് വന്നത് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ പ്രേമൻ അവர்களാണ്. അങ്ങനെ സ്കൂളിൻ്റെ വഴികളിലൂടെ വന്നിട്ട് നമ്മളെ ഏറ്റവും എത്താവുന്നതിൽ ഏറ്റവും ഉയരത്തേക്ക് സാമൂഹികമായിട്ടും എന്താ പറയുക വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തരാണ്. ആ മാതൃക കണ്ടിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെയുള്ള മെമ്പറിനെ പിന്നെ അതേപോലെ നമ്മൾ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചത് KP സുനിൽകുമാർ അവർകളാണ്. പിന്നെ നമ്മളെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി മാനേജറായിട്ടുള്ള ചോദ്യകുട്ടേട്ടൻ, മജീദ, രാജേട്ടൻ, സ്കൂളിലെ സ്റ്റാഫ്, പിന്നെ PTA പ്രസിഡന്റ് ഒക്കെ നമ്മുടെ മക്കളാണ്. മക്കളുടെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ലേ. എല്ലാവരും മുന്നിൽ കാണുന്നത് മക്കളും പേരക്കുട്ടികളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയിൽ ആശംസ അറിയിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യമായിട്ട് ആംഗ്യത്തിലൂടെ ഞങ്ങൾ വന്നത്. കുട്ടികളൊക്കെ ആംഗ്യത്തിലൂടെ വന്ന് ചെറുതായി അക്ഷരത്തിലേക്ക് കയറി, ആ അക്ഷരത്തിൽ നിന്ന് വാക്കിലേക്ക് കയറി വാചകങ്ങളൊക്കെ ആയി ഉയർന്ന് അങ്ങനെ നമ്മൾ പോവുക. അപ്പോൾ ആ പോകുമ്പോൾ നമ്മളെ ആ ചുവട് മറക്കാതെ നല്ലൊരു ഭാവി നമ്മുടെ നാടിന് നന്മയും നൽകുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറും. അപ്പോൾ ഈ ഓർമ്മകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ തലച്ചോറിലെ ഓർമ്മശക്തികളൊക്കെ കുറയാൻ തുടങ്ങി. പക്ഷെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ദിവസം ഞങ്ങൾക്കായി മാറ്റിവെച്ച ഈ ഒരു ദിവസം അവരുടെ ഉള്ളിൽ ഇരുന്നുണ്ടാവും. അപ്പോൾ അവരെന്താവും, ഭാവിയിൽ നമുക്കൊരു വയോജന കലോത്സവമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ഒന്നിൻ്റെ ഇടങ്ങൾ കാഴ്ചക്കാരുടെ ഇടയിൽ ഉണ്ടാവില്ല. നമ്മൾ ഈ മാറ്റി വയ്ക്കുന്ന സമയം അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് നല്ല മാതൃകകൾ കാണിച്ചു കൊടുത്ത് നല്ലൊരു നാടായിട്ട് നമ്മളെ നാട്ടിലെ വിവിധ മേഖലകളിൽ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ തരത്തിലും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളെ ഈ പൊതുവിദ്യാലയങ്ങളിലൂടെ ഉണ്ടാവാന്നുള്ളത് മാത്രമാണ് നമുക്കിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ പഠനം വെറും പുസ്തകത്തിലുള്ളത് കാണാൻ പാഠം പഠിച്ച് അത് എഴുതി വെച്ച ആ രീതിയല്ല. നമ്മളെല്ലാ തരത്തിലും എല്ലാ മാനുഷിക വികാരങ്ങളെയൊക്കെ തൊട്ടറിഞ്ഞ
ഒരു പഠന രീതിയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ട്.